അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം, അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാറില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ്. എൻ്റെ ക്ലീനിങ് വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം അല്ലേ? ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. അതെന്താണെന്നറിയൂ, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ക്ലീനിങ് വ്ളോഗ് ഇട്ടാൽ എനിക്ക് നല്ല റീച്ച് കിട്ടാറുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ എൻ്റെ ക്ലീനിങ് വ്ളോഗാണ് ഇഷ്ടം. സത്യം കേട്ടോ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ് എൻ്റെ ക്ലീനിങ് വ്ളോഗ് നന്നായിട്ട് റീച്ച് കിട്ടാറുണ്ട്. ഞങ്ങളുടെ അടുക്കള ഭയങ്കര ഭാഗ്യം എനിക്ക്. ഞങ്ങളുടെ അടുക്കളയും എൻ്റെ അമ്മായിയമ്മയും ക്ലീനിങ്ങും എന്തോ എല്ലാവർക്കും അതാ ഇഷ്ടം. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അതാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഇട്ടാൽ നിങ്ങൾ ആരും കാണാൻ വരത്തില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലീനിങ് ആണ്, നമ്മൾ ഓണം വരുത്തുക. അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ഓണം വരുത്തി തുടങ്ങിയൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫുൾ കമൻ്റ് ആയിരിക്കണം ഇന്ന്. അപ്പോൾ എന്തായാലും സുശീല ആൻറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം വരുന്നതാണ്. ആൻറ്റീൻ്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും എളുപ്പം മോഹൻലാലിൻ്റെ ഡേറ്റ് മേടിക്കണേണെന്ന്. അത്രയ്ക്ക് ടൈറ്റാണ്. ആൻറ്റി മാനേജറെ കൂടി വെക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആൻറ്റി പറഞ്ഞ ഡേറ്റിന് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി 3-4 വട്ടം ഞാൻ വിളിച്ചെങ്കിലും അന്നൊന്നും ആൻറ്റിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ആൻറ്റി ഫ്രീ ആണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാനും ഇന്ന് ഫ്രീ ആയി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വർക്ക് മോഡിലാണ് ഗൈസ്. ഇന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്നേക്കാ പൊക്കത്തിൽ കാറുണ്ടായിരുന്നു. അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഞാൻ വന്നപ്പോൾ ആൻറ്റി 7:30 എത്തി കേട്ടോ. ഞാനൊരു 8:30 എത്തിയപ്പോൾ ആൻറ്റി കുറച്ച് പണി തുടങ്ങി വെച്ചായിരുന്നു. ഞാൻ വന്നിട്ടപ്പോൾ ഞാനും കൂടി ജോയിൻ ചെയ്തു. ഈ ചേനയുടെ ഇലകളെല്ലാം വെട്ടിക്കളയുന്നത്, അതിൻ്റെ ഇടയിൽ ഇരുന്ന് പുല്ല് പറിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങളെ ആരൊക്കെയോ എന്തൊക്കെയോ ചൊറിയുന്നു. ഒന്നാമത്തെ കൊതുക്, ചൊറിയണമുണ്ട്, പിന്നെ അതുപോലെ ചേമ്പ്. ഇവരെല്ലാവരും കൂടി ഞങ്ങളെ വല്ലാതെയും കടിക്കുന്നു. അങ്ങനെ ചേമ്പിൻ്റെ ഇലകളൊക്കെ തേർമറ വെട്ടിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നു കുറേ നാളുകൊണ്ട് നമ്മൾ പില്ലൊന്നും പിടിക്കാതെ കിടക്കുമല്ലായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്ത് എല്ലാം കൂടെ കഴുകി. അപ്പം ചേനും ചേമ്പൊക്കെ കുറച്ച് ഇലയൊക്കെ ഒന്ന് പന്തലിച്ച് വന്നിട്ടുണ്ട്. അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുറത്തൊക്കെ കണ്ട നല്ലതായിട്ട് പന്തലിച്ചൊക്കെ നിന്നങ്ങനെ അതെല്ലാം ഞങ്ങൾ വെട്ടി അവിടെ എല്ലാം ക്ലീനാക്കി. പിന്നെ പായൽ ഉരയ്ക്കലായിരുന്നു മെയിൻ ആയിട്ടുള്ള ജോലി കേട്ടോ. പായൽ ഉരച്ച് കളഞ്ഞു തൂത്ത് വാരിയിടണം. തീർന്നില്ല, ഇത് ഫ്രണ്ട് വശം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനും എൻ്റെ കൂടെ മരണപ്പണിയാണ്. ഇന്ന് ഭാഗ്യത്തിന് വെയിലില്ല. വെയിലും ഞാനും കൂടി അത്ര സ്വരച്ചേർച്ചയിലല്ല. എനിക്കിഷ്ടമല്ല അവനെ. ഒന്നാമത്തെ കാര്യം എനിക്ക് മൈഗ്രെയിൻ കൊണ്ടുവരും, രണ്ടാമത് എന്നെ കറുപ്പിക്കും. ഇത് രണ്ടും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അപ്പം ഇന്ന് അവൻ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് ഇറങ്ങി. വെയിലുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങത്തില്ലായിരുന്നു. ഇന്നൊരു നല്ല മഴക്കോളായിരുന്നു, അതുകൊണ്ട് എനിക്കും വർക്ക് ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ അതേ കാടുപറിയാണ് നമ്മൾ കാണുക. കാടുപറിയും ക്ലീനിങ്, തൂപ്പ്, തുടപ്പ്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഉള്ളത് കേട്ടോ. അങ്ങനെ അദ്ദേഹം ഒരു ലഞ്ച് ബ്രേക്ക് സമയമായി. ആൻറ്റിക്ക് ഫുഡ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ഓർത്തു. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ. അപ്പോൾ ആൻറ്റി ഫുഡും കഴിക്കുകയാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.